ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് മതി രാജു. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല. മരുന്ന് കഴിക്കേണ്ടത്. ഫുഡ് നന്നായിട്ട് കഴിക്കണം. ടേസ്റ്റ് ഒന്നും ഇപ്പം മാഡം നോക്കണ്ട. കഴിക്കും. സാറ് ഇരിക്കരി. നീ ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ? ഇരിക്ക. നീ ഫുഡ് കൊടുക്ക് രാജു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്കെന്താ കുഴപ്പം? സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, എടുക്കട്ടെ? വേണ്ട രാധമേ, ഞാൻ രാവിലെ കഴിച്ചിട്ടിറങ്ങി. നീ ചായ എടുക്കടി, സാറ് ചായ കുടിക്കും. പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? അയ്യോ, അതിന്റെ ആവശ്യമില്ല സർ. അമ്മ മാഡത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതാ. ആ മെഡിസിനാ ഇപ്പൊ കഴിക്കുന്ന. ഹോസ്പിറ്റലിൽ പോകണ്ട. ഇന്നലത്തേക്കാൾ പനി ഇന്ന് കുറവുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പനി നല്ല കൂടുതലായിരുന്നു. മാഡം ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാതിരുന്നത് ഞാനല്ല, രാജു. ഞാൻ നന്നായി ഉറങ്ങി. ഇവൻ നേരം വിളിക്കുന്നവരെ കാവിലിരുന്ന് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാ ഇവന് വെപ്രാളാണല്ലോ. അത് പിന്നെ സ്വന്തം ഭാര്യയ്ക്കാണ് ഈ പറയാൻ വേണ്ട. ഇവൻ ഈ വീട് പൊളിച്ചെടുക്കും. അയ്യോ സാറേ, സാറ് പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രി ഇവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ചില പഴയകാല മനുഷ്യരെ പോലെ പനിക്കൂർക്ക് പറിച്ചെടുക്കുന്നു, അരച്ചിവളുടെ നെറ്റിയിലിടുന്നു. 1000 വട്ടം ഭാര്യ മാഡം മാഡം ഒന്ന് വിളിച്ചു കാണുമല്ലോ. എന്തായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലേക്കൊന്നും പോണ്ട. നന്നായി റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരി അച്ഛാ. പിന്നെ ഇവളുടെ പനി കുറഞ്ഞിട്ട് നീ വന്നാ മതി. ശരി സർ. നിനക്കൊരു അസുഖം വന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ അറിയിക്കായിരുന്നു. യാമിനിയെ മാത്രം അറിയിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാ. തിരക്കുള്ളപ്പോഴും നിന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. അത് വിട്ടേക്ക്. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും യാമിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ചേച്ചി പറഞ്ഞത് നുണയാ. ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അകലെ